ശ്രീമതി സുഗതകുമാരി മലയാളത്തിലെ പ്രശസ്തയായ കവയിത്രിയും കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പാരിസ്ഥിതിക പ്രവർത്തകയുമാണ് ശ്രീമതി സുഗതകുമാരി. 1934 ജനുവരി 3 തിരുവനന്തപുരത്ത് ജനിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരനായിരുന്നു സുഗതകുമാരിയുടെ പിതാവ്. VK കാർത്തായനി അമ്മയാണ് സുഗതകുമാരിയുടെ മാതാവ്. തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു. അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിക്കുന്നു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2009 അർഹയായിട്ടുണ്ട്. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പളായിരുന്നു. തളിർ എന്ന മാസികയുടെ പത്രാധിപയായിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി. സാമൂഹ്യ സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് K വേലായുധൻ നായരാണ്. അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി സഹോദരിയാണ്. സുഗതകുമാരിയുടെ പ്രധാന കവിതാ സമാഹാരങ്ങൾ അമ്പലമണി, ഗജേന്ദ്രമോക്ഷം, കാളിയമർദ്ദനം, കൃഷ്ണ നീ എന്നെ അറിയില്ല, കുറിഞ്ഞിപ്പൂക്കൾ, ഒരു സ്വപ്നം, പെൺകുഞ്ഞ്, രാത്രിമഴ എന്നിവയാണ്. മലയാളത്തിലെ പ്രശസ്ത കവികളിൽ കവയിത്രികളിൽ ഒരാളാണ് സുഗതകുമാരി എന്ന് നിസ്സംശയം പറയാം. മലയാള കവിതാ ചരിത്രം എടുക്കുമ്പോൾ സുഗതകുമാരിയുടെ ഒരു കവിതകളെങ്കിലും വായിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. 1968 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1978 സാഹിത്യ അക്കാദമി പുരസ്കാരം, 1982 ഓടക്കുഴൽ പുരസ്കാരം, 1984 വയലാർ അവാർഡ്, 1991 ആശാൻ പുരസ്കാരം, 2001 ലളിതാംബിക സാഹിത്യ അവാർഡ്, 2003 വള്ളത്തോൾ പുരസ്കാരം, 2004 ബാലാമണിയമ്മ അവാർഡ്, 2006 പത്മശ്രീ, 2007 P കുഞ്ഞിരാമൻ നായർ അവാർഡ്, 2009 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 സരസ്വതി സമ്മാൻ, 2014 മാതൃഭൂമി ലിറ്റററി അവാർഡ്. 1957 മുതൽ ഇന്നുവരെ മലയാള സാഹിത്യ രംഗത്ത് ചുവടുറപ്പിച്ച എഴുത്തുകാരിയാണ് സുഗതകുമാരി. ഇത്രയുമാണ് സുഗതകുമാരിയെ കുറിച്ച് കേവലമായി നമുക്ക് അറിയാനുള്ളത്. 1961 മുത്തുച്ചിപ്പി മുതൽ ഇങ്ങോട്ട് ധാരാളം കവിതകൾ എഴുതി മലയാളം സാഹിത്യശാഖയെ പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന സുഗതകുമാരിയുടെ കൊല്ലേണ്ടതെങ്ങനെയെന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്.